ഹലോ, ഹായ്. ഇന്ന് ഞാൻ ഈ വീഡിയോയുമായി വന്നിട്ടുള്ളത് നോമ്പ് പല്ലിൻ്റെ ചികിത്സകളുമായി ബന്ധപ്പെട്ട് പൊതുവെ ഉയർന്നു കേൾക്കുന്ന സംശയങ്ങളും അവർക്കുള്ള മറുപടികളുമായിട്ടാണ്. ആദ്യമായി പറയട്ടെ, നമ്മൾ ഇഞ്ചക്ഷൻ അടിക്കുന്നത് കൊണ്ട് നമ്മുടെ നോമ്പ് മുറിയുന്നതല്ല, തരിപ്പിക്കാനുള്ള ഇഞ്ചക്ഷൻ അടിക്കുന്നത് കൊണ്ട് കേട്ടോ. ഇഞ്ചക്ഷൻ അടിച്ചാൽ നോമ്പ് മുറിയുന്നത് IV ഇഞ്ചക്ഷൻസ് ആണ്. എന്ന് വെച്ചാൽ വെയിനിലേക്കുള്ള, ഞരമ്പിലേക്കുള്ള ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇഞ്ചക്ഷനുകൾ, നമ്മൾ ഈ ഡ്രിപ്പ് കയറ്റുക, ഗ്ലൂക്കോസ് കയറ്റുക എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള ഇഞ്ചക്ഷനുകളാണ് നോമ്പ് മുറിയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, തുറക്കപ്പെട്ട ദ്വാരങ്ങളിലേക്ക് കയറുമ്പോൾ അപ്പോഴാണ് നോമ്പ് മുറിയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ TT എടുത്തെന്ന് കരുതിയിട്ടോ, വേദനയുടെ ഇഞ്ചക്ഷൻ എടുത്തെന്ന് കരുതിയിട്ടോ, തരിപ്പിക്കുന്ന ഇഞ്ചക്ഷൻ ആണെന്ന് കരുതിയിട്ടോ അതുകൊണ്ട് നോമ്പ് മുറിയുന്നതല്ല. ഓക്കെ, പിന്നെ റൂട്ട് കനാൽ ചെയ്യുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ടും നോമ്പ് മുറിയുന്നതല്ല. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ വെള്ളം ഇറങ്ങി പോകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് ആശ്രയിച്ചിരിക്കും, ആൾക്കാരെ ആശ്രയിച്ചിരിക്കും. അങ്ങനെയുള്ളവരാണെങ്കിൽ ശ്രദ്ധിക്കണം. പിന്നെ പല്ല് പറിച്ച് കഴിഞ്ഞ് പഞ്ഞി കടിച്ചു വെച്ച് ആ ഉമിനീര് ഇറക്കാൻ വേണ്ടി നമ്മൾ പറയും, ഉമിനീര് ഇറക്കിക്കോളാൻ പറയും. ആ സമയത്തോടു കൂടി നോമ്പ് മുറിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ പല്ലെടുക്കുക എന്നുള്ള ഒരു കാര്യത്തിന് വരുമ്പോൾ നോമ്പ് ഒഴിവാക്കി തന്നെ വേണം. നോമ്പ് ഒഴിവാക്കി നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം പല്ലെടുക്കാൻ വേണ്ടി വരാൻ. പിന്നെ നമുക്ക് റൂട്ട് കനാൽ ചെയ്യുന്നത് കൊണ്ട് നോമ്പ് മുറിയില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ക്ലീനിങ് ചെയ്യുന്നത് കൊണ്ടോ പല്ല് അടക്കുന്നത് കൊണ്ടോ നോമ്പ് മുറിയുന്നില്ല. പക്ഷെ അപ്പോഴൊക്കെ ഈ വെള്ളം ഇറങ്ങിപ്പോകില്ല എന്നൊരു ഉറപ്പ്, ആ ഒരു റിസ്ക് അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കണമെന്ന് മാത്രം. അത് കൂടുതൽ അപ്രിഹെൻസീവ് ആയിട്ടുള്ള, ആങ്ഷ്യസ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ വെപ്രാളം കൂടുതലുള്ള രോഗികളിൽ അതിനുള്ള സാധ്യത നല്ലോണം ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ആ കാര്യത്തിലൊരു ശ്രദ്ധ വേണം. അതല്ലാതെ പൊതുവെ പറഞ്ഞാൽ അതുകൊണ്ടൊന്നും നോമ്പ് മുറിയാൻ സാധ്യതയില്ല, നോമ്പ് മുറിയില്ല. ഓക്കെ, പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്കൊരു പല്ലിന് ഇൻഫെക്ഷൻ ഉണ്ട്, ഒരു പഴുപ്പുള്ള കുറ്റിയുണ്ട്, അല്ലെങ്കിൽ പല്ലുണ്ടെന്ന് വിചാരിക്കാം. ആ പല്ലും കൊണ്ട് നമ്മൾ നോമ്പ് പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും നമ്മുടെ നോമ്പ് ശരിയാവുന്നില്ല. നമ്മുടെ നോമ്പ് ശരിയാവുന്നില്ല എന്ന് ഞാൻ പറയാൻ കാരണം, ആ പല്ലിൽ നിന്നും, ആ പല്ലിൻ്റെ കുറ്റിയിൽ നിന്നും നമ്മുടെ ഉമിനീരിൽ നമ്മൾ അറിയാതെയോ, ചിലപ്പോൾ മനസ്സിലാവും, അല്ലെങ്കിൽ നമ്മൾ അറിയാതെയോ അതിൻ്റെ പഴുപ്പും നീരും അവശിഷ്ടങ്ങളും കലരുകയും അത് നമ്മുടെ വയറിലേക്ക് എത്തുകയും ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നതോടുകൂടി നമ്മൾ നോമ്പ് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോമ്പിൻ്റെ മുന്നേ കഴിയുന്നതും പരിഹരിക്കുക. അതല്ലെങ്കിൽ അങ്ങനെയുള്ളത് നോമ്പ് ഒഴിവാക്കിയിട്ടെങ്കിലും അത് പരിഹരിച്ചാൽ ബാക്കിയുള്ള നോമ്പുകൾ മര്യാദക്ക് നമുക്ക് നോറ്റുവിട്ടാൻ പറ്റും. അപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. പഴുപ്പും കൊണ്ട് നോമ്പ് നോൽക്കുക എന്നുള്ളത് ഒരിക്കലും അഭിലഷണീയമായ, എന്താ പറയുക, സപ്പോർട്ടീവായ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമല്ല. പഴുപ്പില്ലാതെ ഒരു അവസ്ഥയിലും മാത്രമേ നമുക്ക് നോമ്പ് നോൽക്കാവുള്ളൂ. അപ്പോൾ നോമ്പിന് ഇങ്ങനെ ഒരുപാട് എക്സ്ക്യൂസുകളുണ്ട്. നമുക്ക് ഇപ്പം പിന്നെ പഴുപ്പുണ്ട്, അത് പരിഹരിച്ചിട്ട് നോമ്പ് ഒഴിവാക്കിയിട്ട് നമുക്ക് അത് പരിഹരിച്ചിട്ട് പിന്നീട് നോമ്പ് നോറ്റി വിട്ടിയാൽ മതി. വേറെ ഇസ്ലാമിൽ നിസ്കാരത്തിനോ ഫർള് നിസ്കാരത്തിനോ സക്കാത്തിനോ ഒന്നും അങ്ങനെ ഒരു എക്സ്ക്യൂസ് ഇല്ല, വിട്ടുവീഴ്ചയില്ല. പക്ഷെ നോമ്പിന് നമ്മളെ ആരോഗ്യപരമായ കാര്യങ്ങൾ കൊണ്ട് യാത്രയിലൊക്കെ, ദീർഘയാത്രയിലൊക്കെ ആണെങ്കിലും പല വിട്ടുവീഴ്ചകളുണ്ട്. അത് നമ്മൾ അല്ലാഹു തആല നമുക്ക് നൽകിയത് തന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമെന്നുള്ളത് കൊണ്ടാണ്. അപ്പം നമ്മൾ ഈ മരുന്ന് കുടിച്ച് അങ്ങനെ മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ വേദന സഹിച്ചുകൊണ്ട് നോമ്പ് നിൽക്കുക, ഇതൊന്നും ശരിയല്ല. അതും ഇതിൻ്റെ കൂടെ പറയാണ്. പിന്നെ അളവെടുക്കലും മറ്റും നമുക്ക് സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ മാറ്റി വെക്കാവുന്നുള്ളൂ. എന്നാൽ ഒരു ഗൾഫ് പോലുള്ളൊരു കേസാണ്, പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നുണ്ടെങ്കിൽ അളവെടുക്കൽ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണെങ്കിൽ അത് നോമ്പിന് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ചികിത്സകളെ നമ്മൾ കാണുകയും അതിന് ചെയ്യേണ്ടത് സമയബന്ധിതമായി ചെയ്യുകയും ചെയ്യുക. അതാണ് നോമ്പിനും ദന്തചികിത്സയുമായിട്ട് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറയാനുള്ളത്. എല്ലാവർക്കും നല്ല ഒരു റമദാൻ കാലം ആശംസിക്കുന്നു. അസ്സലാം.